ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാഘവ സാറേ, താനിപ്പോഴും കണക്ക് നോക്കിയിരിക്കുവാന്നോ? എന്തോടോ, ഇയാൾക്ക് വല്ല കണക്ക് പരീക്ഷയുണ്ടോ? എന്റെ പൊന്ന് സാറേ, ആ പരുവത്തിനാ ആ രോഗത്ത് കുഞ്ഞു വന്ന് കേറിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങും പോയില്ല. അവനെന്തു പറ്റി? എന്ത് പറ്റിയെന്നോ, ആരൊക്കെയോ ചേർന്ന് ഇടിച്ചൊരു പരുവാക്കിയാ വിട്ടിരിക്കുന്നത്. അയ്യോ, ഞാൻ വെള്ളമൊക്കെ ചൂടാക്കി കൊടുത്ത് കുളിച്ചിട്ട് കിടക്കുക. ഇടിച്ചവർ കണ്ണും മൂക്കും നോക്കാതെ ഇടിച്ചൊരു പരുവക്കേടാക്കി കളഞ്ഞൂന്നേ. ഈശ്വര, ഞാൻ എന്തായി കേൾക്കുന്നേ? അവനെ ഹോസ്പിറ്റലിൽ മറ്റോ കൊണ്ടുപോകണോ? ഒരിടത്തേക്കും കൊണ്ടുപോകണ്ട, ഇപ്പൊ ഒന്ന് കിടക്കട്ടെ. നാളെ രാവിലെ വെറും വയറ്റില് 1-2 കോഴിമുട്ട വാട്ടി കൊടുക്കണം. ശരീരത്തിനേറ്റ ഉളുക്കിനും ചതവിനും അത് ബെസ്റ്റാ. ഞാൻ ആ കിട്ടാനുള്ള പൈസയുടെ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. മില്ലിൽ പോയതാ പ്രശ്നമായെന്ന് കേട്ടത്. മില്ലിൽ പോയതോ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഭാമേ? നീ പല കാര്യങ്ങളും രോഹിത്തിനെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, വിഷ്ണു അല്ല രോഹിത്ത്. രോഹിത്തിന് വിഷ്ണുവിനെ പോലെ ആവാൻ സാധിക്കത്തില്ല. ശരിയാ സത്യമേ, വിഷ്ണു കുഞ്ഞിന്റെ കൈമെടുക്കും തന്റെ ഇടവും രോഹിത് കുഞ്ഞിനില്ലല്ലോ. ജീവൻ തിരിച്ചിട്ട് തന്നെ ഭാഗ്യം. ഭാമേ, നിന്റെ കണക്കൂട്ടിലൊക്കെ തെറ്റുവാണല്ലോ. ആരെങ്കിലും ഒരാൾ ഇടഞ്ഞ് കാശുരായിരുന്നാലേ അത് മറ്റുള്ളവർക്കും വഴിയാവും. വാലേ അത് നമ്മുടെ ബിസിനസിനെ ബാധിക്കും. അതുകൊണ്ടേ എത്രയും പെട്ടെന്ന് രോഹിത്തിലൂടെ ഉണ്ടായ ക്ഷീണം പരിഹരിക്കണം. രാഘവേട്ടൻ പറഞ്ഞു വരുന്നത് എന്താ? ഉണ്ടായ പിഴവടയ്ക്കണമെന്ന്. കിട്ടിയ അടിയെ തിരിച്ചു കൊടുത്ത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. ഒന്നും പിന്നത്തേക്ക് ബാക്കി വെക്കരുത്. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയ്ക്ക് കുറവില്ലേ? തന്ന മരുന്ന് നന്നായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് തരാം. പോയി. ആ എടുക്ക്. ആ രേഷ്മയായിരിക്കും. ഒരുപാട് കളിയൊക്കെ ഉണ്ടോ? അമ്മയാണല്ലോ. ആമേ, കോയമ്പത്തൂർ പാർട്ടിയാണോടാ വന്നിരിക്കുന്നത്? അല്ലിക്ക, പണിക്കാരെയും കൊണ്ടുവരാന്ന് പറഞ്ഞ അവരാണോടാ? പണിക്കാരില്ല, പക്ഷെ പണിയും കൊണ്ടാ വന്നിരിക്കുന്നതെന്ന് പറ. മുതലാളി, പണിയും കൊണ്ട് വന്നിരിക്കുന്നവരാ.